നസീർ സാറിന് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ചെയ്യണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം പറയുമോ അല്ലെങ്കിൽ ഒരു ഷോട്ടിനെ പറ്റി പറയുമോ, ഈ ഷോട്ട് നല്ലത്. ഇപ്പം ഞങ്ങളൊക്കെ പറയാ, ഡയറക്ടർ കൊണ്ടുപോയി ഇത്രയും താഴെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നല്ലോ ക്യാമറ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ഡയലോഗ് പറയുമ്പോൾ ഫേസിലല്ലേ കൊണ്ടുപോയി വെക്കേണ്ടത് എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ വേറെ ആർട്ടിസ്റ്റ് എല്ലാവരും, സാധാരണ ആർട്ടിസ്റ്റ് എല്ലാവരും പറയും. പക്ഷെ നസീർ സാർ അങ്ങനെ ഒരിക്കൽ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് വേഷം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു പറഞ്ഞത്. മൈസൂർ ഹൈദരാലി എന്ന് പറയുന്നൊരു പടം ചെയ്യാൻ പറ്റിയില്ല, വലിയ ആഗ്രഹമായിരുന്നു പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. അതെ, ആ ഒരു വേഷം ചെയ്യണമെന്ന്. മൈസൂർ ഹൈദരാലി അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു മൈസൂർ ഹൈദരാലി. അദ്ദേഹത്തിന് ഡയറക്റ്റ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും അതിനുവേണ്ടി ഇയാളുടെ എല്ലാ കഴിവുള്ള ഒരാളാണ്. പക്ഷെ ഒരു കാര്യത്തിലും പോയി ഇടപെടത്തില്ല, പറയത്തില്ല, ആ ഡയറക്ടറെ പറ്റി കുറ്റം പറയത്തില്ല. കൊണ്ടുപോയി ക്യാമറ എങ്ങനെ വെച്ചിരിക്കുന്നോ അങ്ങനെ വെച്ചതൊന്നും പറയത്തില്ല. അതുപോലെ ഒരുപക്ഷെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കമാൻഡിങ് ആവശ്യമായ ഒരു ജോലിയും കൂടിയാണ് അല്ലേ? അത് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കുക എന്ന് പറയുന്നത്. എന്താ സേതുമാധവൻ ഒരിക്കലും കമാൻഡിങ് ആയിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. സേതുമാധവൻ സാർ ഒരിക്കലും ഒരു വളരെ പതുക്കെ ഇവിടെ വന്ന് അവിടെ ഇരുന്ന് അവിടെ നിന്ന് ഇവിടെ വന്ന് ഇരുന്നാ മതി കേട്ടോ. അല്ല, അതെന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ ഈ കമാൻഡിങ് പവർ എന്നാണ് ഉദ്ദേശിച്ചത്. കമാൻഡ് ചെയ്യണ്ട. ചിലപ്പോൾ സേതുമാധവൻ സാർ അങ്ങനെ പറഞ്ഞാലും അതിനൊരു പവർ ഉണ്ട്, ചെയ്തു പോകും. ഒരു ഓർഡറായിട്ട് ചെയ്യണ്ട. അദ്ദേഹത്തിനെ പോലൊരു ഡയറക്ടർ ചിലപ്പം വളരെ സൗമ്യമായിട്ട് പറഞ്ഞാലും അതിന് അത്രയും വെയിറ്റേജ് ഉണ്ടാവും, പറയുന്നവർ കേൾക്കത്തക്ക രീതിയിൽ. ആ സമയത്തെ ഡയറക്ടേഴ്സ് അത്രയാണല്ലോ. നമുക്ക് വീണ്ടും നസീർ സാറും മധു സാറുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിന്റെ ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, 10-30 വർഷം ഒരുമിച്ച് ഏതാണ്ട് ഒരു കുടുംബത്തിൽ കഴിയുമ്പോൾ കഴിഞ്ഞ് അഭിനയിച്ചിട്ടാണ് ഞങ്ങൾ. അപ്പോൾ അഭിനയിച്ചിട്ട് ഞങ്ങൾ 2 നടന്മാരായിട്ടല്ലേ പിന്നീട് ഒരുമിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ആദ്യമൊക്കെ 2 നല്ല പരിചയക്കാർ, അത് കഴിഞ്ഞ് 2 സുഹൃത്തുക്കൾ, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഫാമിലി മെമ്പേഴ്സ് പോലെ എല്ലാം അറിഞ്ഞിട്ട് നസീർ എൻ്റെ കുടുംബത്തിലെ ഒരംഗം. നസീർ മാത്രമല്ല, നസീറിൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും എൻ്റെ ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെ അടുക്കുകയും വളരെ അടുത്ത ബന്ധം പുലർത്തുകയും സ്നേഹം മനസ്സിൽ വയ്ക്കുകയും ചെയ്തിട്ടുള്ള 2 പേരാണ് ഞങ്ങൾ. വളരെ ബഹുമാനത്തോടെ ശ്രീല ചേച്ചി, കുഞ്ചേട്ടൻ, അപ്പച്ചൻ ചേട്ടൻ, നിങ്ങളുടെ എല്ലാം മഹനീയമായൊരു സാന്നിധ്യം കൊണ്ട് നമ്മൾ മലയാള സിനിമയുടെ ഒരു വലിയ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. വലിയ ഒരു കലാകാരനെ കുറിച്ചാണ് സംസാരിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തിയും മഹത്വവുമെല്ലാം പല രീതിയിൽ വീഡിയോ വാളിലായിട്ട് നമ്മളൊക്കെ പല രീതിയിൽ പറഞ്ഞാലും, അല്ലെങ്കിൽ ഇനിയിരുന്ന് ഒരുപാട് പറയാനുണ്ടെങ്കിലും, ഏറ്റവും ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതുപോലൊരു പരിപാടി ഓർമ്മയിലെന്നും എന്ന പേരിട്ട് ആരംഭിക്കുമ്പോൾ ആ പരിപാടിയുടെയും ആദ്യത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഓർമ്മയായി വരുന്നത് പ്രേം നസീർ സാറാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അതിലാദ്യത്തെ അതിഥിയായി വന്ന ഷീലാമ്മയ്ക്കും ലത ചേച്ചിക്കും കുഞ്ചേട്ടനും അപ്പച്ചേട്ടനും എല്ലാവരോടുള്ള നന്ദി പറയുന്നു. ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഓരോ ആഴ്ചയും ഓരോരുത്തരെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അത് തീരുമ്പോഴേക്കും ഒരു ആൽബം, അവരുടെ ചിത്രങ്ങൾ വെച്ചൊരു ആൽബം ഒപ്പുവെച്ച് സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. അപ്പം ആ ഒരു ആൽബം ഒപ്പുവെക്കാൻ വരികയാണെങ്കിൽ വളരെ സന്തോഷം. ഓർമ്മയിലെന്നും